ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷകളിൽ സർക്കാരിനോട് മറുപടി തേടി ഹൈക്കോടതി. സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. ജാമ്യാപേക്ഷ ക്രിസ്മസ് അവധിക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ പറയും. രോഹിണി, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനാണ് ഹൈക്കോടതി ജാമ്യാപേക്ഷകൾ നൽകിയത്. ഈ രണ്ട് ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ സംസ്ഥാന സർക്കാരിനോട് മറുപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നോട്ടീസ് അയച്ചുകൊണ്ട് മറുപടി തേടിയിരിക്കുകയാണ്. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി ഇരു ജാമ്യ ഹർജികളിലും വിശദമായിട്ട് തന്നെ വാദം കേൾക്കും. കേസിലെ 10ാം പ്രതിയാണ് ഗോവർദ്ധൻ. തനിക്ക് സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ല എന്നുള്ള ഒരു വാദം മുൻനിർത്തിക്കൊണ്ടാണ് ഗോവർദ്ധൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. സ്പോൺസർ എന്നുള്ള നിലയിൽ 2019 മുൻപ് പലപ്പോഴായിട്ട് 84 ലക്ഷം രൂപയുടെ സംഭാവന ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ഗോവർദ്ധൻ ഹർജിയിൽ പറയുന്നത്. അത് മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുമാണ് വീഴ്ച ഉണ്ടായതെന്നുള്ള ഒരു കുറ്റപ്പെടുത്തലും ജാമ്യാപേക്ഷയിൽ ഗോവർദ്ധൻ ഉന്നയിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് 400 ഗ്രാമിലധികം സ്വർണമാണ് തനിക്ക് ലഭിച്ചത്. ഇത് ശബരിമല സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ DD ആയിട്ട്, അതായത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് 10 ലക്ഷവും 10 പവന്റെ മാലയും ശബരിമലയ്ക്ക് സംഭാവന നൽകി. ആകെ 1.5 കോടിയിലധികം രൂപ ശബരിമലയ്ക്ക് നൽകിയെന്നും തട്ടിപ്പായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇത്രയും വാദമായിട്ട് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ബെല്ലാരിയിലെ തന്റെ സ്വർണ്ണക്കടയിൽ നിന്ന് SIT സംഘം ഭീഷണിപ്പെടുത്തിയാണ് ഈ സ്വർണ്ണക്കട്ടികൾ കസ്റ്റഡിയിൽ എടുത്തതെന്നുള്ള ഒരു ആക്ഷേപവും ഈ ജാമ്യാപേക്ഷയിൽ ഗോവർദ്ധൻ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഹൈക്കോടതി പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് ഗോവർദ്ധന്റെ ഇരു ജാമ്യാപേക്ഷകളിലും നിലവിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയത്. വിശദമായിട്ട് തന്നെ ഈ ജാമ്യ ഹർജികൾ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.